ഹലോ ഗൈസ്, ഫിസിക്സ് എക്സാം കഴിഞ്ഞിട്ട് ക്ഷീണത്തിൽ വന്ന് കടന്നതാ. 12 മണിക്കാ പിന്നെ എണീച്ച. ഇതെന്താ വെച്ചാ എണീച്ച പാടെ ഇവള് വിളിച്ചിട്ട് ബസ് സോഷ്യൽ പഠിക്കാന്ന് പറഞ്ഞു. ഒരു കുമ്പാരം പോലുള്ളതാണ് ജോഗ്രഫി. അപ്പൊ ഫസ്റ്റ് തന്നെ ജോഗ്രഫി വെച്ച് തുടങ്ങാന്ന് വെച്ചു. ഈ ടൈമിലുള്ള പേപ്പർ മൊത്തം നമ്മൾ ക്രിസ്മസ് എക്സാമിന് പഠിച്ച ഷോർട്ട് നോട്ട്സ് ആണ്. ഫസ്റ്റ് നല്ല കടുകട്ടി ചാപ്റ്റർ പഠിക്കണമെന്ന് വെച്ചിട്ട് അലോങ് ദ കോസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിക്കാൻ പറയും. ഇപ്പൊ എന്തെന്ന് വെച്ചാൽ ഇവളെ എനിക്ക് ഈ ചാപ്റ്ററിന്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പൊ ചെയ്യുന്ന വെച്ചാൽ ഈ സോഷ്യലിന്റെ ടെക്സ്റ്റിലുള്ള എന്റെ പാരഗ്രാഫ് തന്നെ ജസ്റ്റ് പോയിന്റ് ആക്കിയിട്ട് മാറ്റി ഷോർട്ട് നോട്ട് ചെയ്യും. അങ്ങനെ ആ ചാപ്റ്ററിനെ കുറച്ച് പഠിച്ചതിന് ശേഷം ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുത്ത്. നല്ല വെയിൽ, ഈ ചൂടും എക്സാമും നോമ്പും എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പണിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ എന്റെ ത്രോട്ടിന് എന്തോ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പനി വരാനുള്ള ലക്ഷണമെല്ലാം കാണുന്നുണ്ട്. നേരത്തെ പൂട്ടിച്ചതാ, പിന്നെ തുറന്നിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരു താത്താന്റെ വീഡിയോ കണ്ടിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസിന്റെ റെസിപ്പി ഒക്കെ പോയതാ. അപ്പാണ് ഉരുളക്കിഴങ്ങ് ഇല്ല എന്ന് സത്യം മനസ്സിലാക്കി. ഇപ്പില്ല, നമ്മൾ നട്ടുച്ചക്കനെ പീടിയെ പോയിട്ട് വാങ്ങിച്ചു തന്നു. പിന്നെ പണ്ടേ കിച്ചൺ എൻ്റെ അമ്മ കിട്ടിക്കാൻ ഞാൻ തലയിരിച്ചിട്ടാണ് ഉമ്മക്ക് തിരിച്ചു കൊടുക്കുക. പണ്ടേ അടുക്കളയിൽ കയറാത്തോണ്ട് സ്മാഷിംഗ് പരിപാടി എനിക്ക് തീരെ വശമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആൻറ്റിക്ക് കൊടുക്കും. കിച്ചണിൽ നോമ്പോർ ഐറ്റംസിന്റെ പ്രിപ്പറേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും വിചാരിക്കണ്ട. കുറച്ച് വെയിൽ കണ്ടേന്റെ. അങ്ങനെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് കിച്ചണിൽ നല്ല കല്ലുമ്മക്കായാലും സെറ്റ് ആകുന്നതിനും അങ്ങനെ ഏകദേശം ബാങ്കെല്ലാം കൊടുക്കാനായി. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എന്താ ഇങ്ങനെ ചോദിക്കണ്ട, എങ്ങനെയാണ് ഇങ്ങനെയുണ്ട്. നോമ്പെല്ലാം തോന്നില്ലേ. ഇനി നമുക്ക് ഒരു കുറച്ചു നേരം പഠിക്കാം. ഉച്ചക്ക് നിർത്തിയെടുത്ത് തുടങ്ങാന്ന് വെച്ച് അലോങ് ദ കോസ്റ്റ്. ഇപ്പുറത്തെ ഒരാളാണെങ്കിൽ ഇരുന്ന് +1 ക്ലാസ് വെക്കുന്ന. പിന്നെ ഞാൻ കുറെ നേരം ക്ലാസ് കേട്ടു.